Very good evening and welcome to a fresh new episode of Comedy Masala. Comedy Masala ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനെ സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം. ആൻഡ് നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് ആർട്ടിസ്റ്റുകൾ അവർ കൂടി ജോയിൻ ചെയ്താലാണ് നമ്മുടെ ഈ ഒരു കോറം കംപ്ലീറ്റ് ആവുള്ളൂ. അതുകൊണ്ട് അവരെ സ്നേഹപൂർവ്വം ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ നെൽസൺ ശൂരനാട് ആൻഡ് ഉല്ലാസ് പന്തളം. അപ്പോൾ രണ്ടുപേർക്കും സ്വാഗതം. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. സുഖം. ഇപ്പൊ എന്തെങ്കിലും പറയാൻ പേടിയാ നമുക്ക്. തിരിച്ച് കൗണ്ടർ ഇങ്ങനെ എങ്ങനെയാ വരുന്ന അറിയാൻ പറ്റും. നമുക്ക് പേടി ഇപ്പൊ സത്യം. പറയേ നിങ്ങൾ പറഞ്ഞിട്ട് പോയാ മതി. അവിടെ പോയിരുന്നു പറഞ്ഞാൽ മതിയോ? അത് ഒരു കയ്യകലത്തിൽ പറയാലോ എന്നാണോ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പുതിയൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. കഥകൾ എന്തെങ്കിലും ഉണ്ടോ? കഥകള് ഇല്ല, ക്ഷാമമാണ്. ആണോ? പഴയ പോലെ എത്ര നാളെ നമ്മള് കഥകൾ തുടങ്ങിയിട്ട് സ്റ്റോക്ക് തീർന്നു. ഇനി പുതിയ കഥ പറയണോന്ന് എല്ലാ എപ്പിസോഡിലും അങ്ങ് കഥ പറഞ്ഞ് തകർക്കാണെന്ന് എന്റെ ഉല്ലാസേട്ടാ. ആൾക്കാർ എപ്പിസോഡ് എല്ലാ ദിവസവും കാണുന്ന കേട്ടോ. ഞാൻ മറന്നുപോയില്ല, അവര് മറക്കില്ല. അപ്പൊ കഥ ഒന്നും ഓർമ്മ വരുന്നില്ല. അതുകൊണ്ട് ഇന്നത്തേക്ക് വെറുതെ വിടും. നാളെ കഥയായിട്ട് വരണം. ശരി, അപ്പൊ സീറ്റിലേക്ക്. വേദിയിലേക്ക് ഒരു തകർപ്പൻ സ്കിറ്റുമായിട്ട് എത്തുന്നു ടീം ഫൺ സ്റ്റാർസ്. ഞാൻ ഇവിടെ ഇങ്ങനെയാണ് ചായ കൊടുക്കുന്നത്. ഈ ആകാശവാണി തിരുവനന്തപുരംകാരത്ത് എങ്ങനെ അറിഞ്ഞു? നാട് മുഴുവൻ നാട്ടിക്കാൻ ഇറങ്ങിയിരിക്കുവാണോ ആകാശവാണി തിരുവനന്തപുരം? കോഴിക്കോട് പിടിക്കാം, അതാണ് ബെറ്റർ. വിഷം ചെത്ത മീൻ നാട്ടുകാരെ കൊണ്ട് തീറ്റിച്ചെന്ന് പറഞ്ഞ് അവർ വന്ന് ഈ കടയെല്ലാം കൊണ്ട് അടിച്ചു പൊളിക്കുന്ന കാണണോ മിസ്റ്റർ കോഴിക്കോട്? കൊണ്ട് വെച്ചേക്കാം പാട്ടുപെട്ടി പന്നത്. പിണങ്ങി ഞാൻ ആകാശവാണിയോട് മിണ്ടത്തില്ല. ഹലോ, ഓ എന്റെ ഉസ്മാനെ, ഇത് ചോദിക്കാനായിട്ട് എന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ശല്യപ്പെടുത്തല്ലേ നീ ദൈവത്തോ. സെക്ഷൻ 121, സെക്ഷൻ 234, സെക്ഷൻ 220. 220 കളിക്ക് തരണം നിനക്ക്. എന്നാലും നിന്നെ നീ പഠിക്കത്തുള്ളൂ. 220 കളിക്ക് മിണ്ടരുത്. ഇനി എന്നെ ഇത് പറഞ്ഞോട്ട് വിളിച്ചേക്കരുത് കേട്ടോ. ബ്ലാഡി ഫുൾ. ഹലോ, വക്കീലാണോ? ഇത്രയും തടിയും വണ്ണവും തൂക്കവും കട്ട മീശയും വെച്ചിരിക്കുന്ന എന്നോട് ഷക്കീലയാണോ? അയ്യോ, വക്കീലാണോന്നല്ല ചോദിച്ചത്. നിങ്ങൾ ഈ ഫോണിൽ കൂടെ വകുപ്പും സെക്ഷൻ ഒക്കെ പറയണ കേട്ടല്ലോ. അപ്പം വക്കീലാണെന്ന് ഞാൻ സംശയിച്ചത്, അതാ ചോദിച്ചത്. ഓ അങ്ങനെ. അത് ഞാൻ ഈ വക്കീലന്മാരുമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള സവകാശം അല്ലല്ലോ, ഈ സാഹവാസം. സഹവാസം. വെരി ഗുഡ് മനെ. അപ്പൊ ഈ കോടതി പരിസരത്തുള്ള കച്ചവടം എല്ലാം കൂടെ ആകുമ്പോ നിയമം അരച്ച് കലക്കി കുടിച്ചു. നിയമം അരച്ച് കലക്കി കുടിച്ച സമയത്ത് ഈ വടക്കുള്ള മാവ് നന്നായിട്ടൊന്ന് അരച്ചിരുന്നെങ്കിൽ വട കുറച്ചുകൂടെ സോഫ്റ്റ് ആയി. കറണ്ട് ഇല്ലായിരുന്നു ഇന്നലെ. കാറ്റും മഴയും. അത് കറക്റ്റ് ആണ് കേട്ടാണ്. കാറ്റും മഴയും വന്നാൽ ഭയങ്കര പ്രശ്നമാണ് ഇല്ലേ ചേച്ചി? നമ്മളവിടെ കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ ഉടനെ KSEBക്കാർ എന്ത് ചെയ്യും? ഫ്യൂസ് ഊരി വെച്ചിട്ട് കിടന്നുറങ്ങോ? പിന്നെ നിങ്ങൾക്ക് മാത്രം സൂചി കിടന്ന് ഉറങ്ങിയാൽ മതി. അവർ അണ്ണാ ഒരു ചായ. ഭയങ്കര പ്രശ്നമുണ്ടാ. അത് ചുമ്മാ നാട്ടുകാർ പറയാണ് ഇവിടുത്തെ ചായ കുടിച്ച് വയറിളക്കം ഛർദിലൊക്കെ വരുമല്ലോ. അത് ചിലർക്ക് മാത്രം, എല്ലാവർക്കും ഒന്നും ഇല്ലടാവേ. പക്ഷെ അങ്ങനെയല്ലണ്ണാ, കുടുംബത്തിൽ ഭയങ്കര പ്രശ്നം. അയ്യോ, എന്തു പറ്റി? അളിയന് കവാലമ്പളൊക്കെ ഒറ്റ അടി അടിച്ചിട്ട് കൊടുത്തു. അതെന്തിനടേ? എന്തിനാ പറയാ, വിരലിട്ട് ചായ കൊണ്ട് തന്ന കവാലമ്പളൊക്കെ കൊടുക്കണ്ടേ? അതല്ലത്. പിന്നെ ഭയങ്കര പ്രശ്നം. എനിക്ക് അളിയനെ കണ്ണെടുത്താ കണ്ടുകൂടാ. അതെന്ത്? അങ്ങനെ പഠിക്കൊന്നും പോകില്ലണ്ണാ. രാവിലെ ബിസിനസ് എന്നും പറഞ്ഞ് ഇറങ്ങി അങ്ങ് നടക്കും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരു 10,000-2,000 രൂപ കൊണ്ട് ബിസിനസ്സിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് കൊണ്ടുവരും. നാണം കേട്ട ഇടപാടി എന്നാ. ഇയാൾക്ക് എന്തൊരു ജോലി? എനിക്ക് പണിയൊന്നുമില്ല. ഒരു ബിസിനസ്സും ഇല്ല, ജോലിയില്ല. എന്നിട്ട് ജോലിക്ക് പോകുന്നവരെ കുറ്റം പറച്ചിലും. എന്തിനടാ എന്നാ കുടി? അതല്ലട്ടാ, ഭയങ്കര പ്രശ്നം. ഒരു കേസ് എന്ന് പറഞ്ഞാൽ പെണ്ണുമ്പിള്ളേരെ പേരിൽ എറണാകുളത്ത് കുറച്ച് വസ്തു ഉണ്ടായിരുന്നു. പെണ്ണുമ്പിള്ളയുടെ പേരെന്ത്? മേനക. എറണാകുളത്ത് മേനക ജംഗ്ഷൻ നിങ്ങളെ പെണ്ണുമ്പിള്ളയാണ്? എറണാകുളത്ത് മേനക ജംഗ്ഷൻ എന്റെ പെണ്ണുമ്പിള്ളയല്ല. അവിടെ കുറച്ച് വസ്തു ഉണ്ടായിരുന്നു, ഒരു 50 സെന്റ് പെരയിടം. അതിലൊരു 45 സെന്റ് പെരയിടം ഞാൻ വിറ്റ് നിസ്സാര വിലക്ക് എഴുതി ഞാൻ കൊടുത്തു. എത്ര രൂപയ്ക്ക് കൊടുത്ത്? ഒരു 8 കോടി രൂപയ്ക്ക്. എന്നൊക്കെ പറയണ കേട്ടാത്തൊന്ന് നിങ്ങൾ എന്റെ അമ്മായി അച്ഛനാണ് ശ്രീധരൻ കണക്ക് നോക്കിയാ ഒന്ന് പോവാ. പക്ഷെ നിങ്ങൾ വികസന വിരോധിയാണ്. അതെങ്ങനെ വികസന വിരോധി? ഞാൻ ഈ 45 സെന്റ് കൊടുത്തില്ലേ, അവിടെ ഇപ്പൊ ആളുകൾ എത്ര ഫ്ലാറ്റ് പണിതെന്ന് അറിയാമോ? എന്റെ കയ്യിൽ ഇരുന്നാൽ എനിക്ക് ഫ്ലാറ്റ് പണിയാൻ പറ്റുമോ? ഇപ്പൊ അവിടെ വികസനം വന്നില്ലേ? എടാ മണ്ടൻകുണാപ്പാ, എടാ ഈ 8 സെന്റ് നിനക്ക് ഫ്ലാറ്റ് പണിഞ്ഞുകൂടായിരുന്നോ? പണിയുള്ള കാശ് നിങ്ങൾ തരുമോ? തരാടാ, ഞാൻ തരാം.
നിന്റെ കൊച്ചമാനല്ലേ ഞാൻ, നിനക്ക് പൈസ നിന്നെ കൊണ്ട് ഫ്ലാറ്റ് പണിയിപ്പിക്കാം. എന്നാ പിന്നെ വിരലിട്ട ചായ അടിക്കുന്ന തന്നെ നല്ലത്. ആ ഞാൻ അടിച്ചെങ്ങനെങ്കിലും ജീവിക്കും, വടയം തിന്ന് ഇവിടെ ഇരുതോ. പിന്നെ ആ ആകെ പ്രശ്നമായി കേസായി. എന്ത്? ഞാന് ബാക്കിയുള്ള 5 സെന്റ് വിൽക്കാൻ വേണ്ടി വീട്ടിൽ ചെന്നു. ആ. അവിടുത്തെ കാര്യം പറഞ്ഞപ്പോ അവള് സഹോദരനെ വിളിച്ചു വരുത്തി. ആഹാ. അവ എനിക്ക് വിരലിട്ട ചായ എന്ന് ഞാൻ അടി കൊടുത്ത ആകെ പ്രശ്നം. ഇപ്പോൾ ഉള്ള പ്രശ്നം ഇതെങ്ങനെ ഊരുന്നാ. ഇങ്ങനെ ഊരണം. പക്ഷെ ഇത് അകത്തേക്ക് പോണ്ട കേസാണ്. അതെനിക്കും അറിയാം അകത്തേക്ക് പോകേണ്ട കേസാണെന്ന്. പക്ഷെ നിങ്ങൾ തന്നാലല്ലേ എനിക്ക് അകത്തേക്ക് ഇടാൻ പറ്റും. നല്ല വക്കീലന്മാർ ആരെങ്കിലും ഉണ്ടോ? നല്ല വക്കീലന്മാരാരെങ്കിലും ഉണ്ടോ? ഉണ്ടാന്ന എന്റെ അറിവിൽ ഉഗ്ര ഗജഗടിയനായിട്ടൊരു വക്കീൽ. അയ്യോ, എനിക്ക് എഴുന്നള്ളത്തിന് കൊണ്ട് നിർത്താനല്ല ഗജാഗടിയനായ വക്കീൽ. ഒരു സാധാരണ വാദിക്കാൻ ഒരു വക്കീൽ മതി. വിചാരിച്ച പോലല്ല പുള്ളി ചീറ്റപ്പുലി. ചീറ്റപ്പുലി പഠിക്കണം. എന്റെ അടുത്തൊരു നല്ല ഉഗ്രം വക്കീലുണ്ട്, വക്കീൽ ഉസ്മാൻ. ഉസ്മാൻ ആ കിടില വക്കീലാണോ? കിടിലം വക്കീലാണ്. നല്ല വക്കീലാണ്. ഉഷ കേസ് കേട്ടിട്ടുണ്ടോ? ഉഷ കേസ് കിട്ടുന്ന കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ മുട്ടിയിട്ടില്ല. ഇങ്ങോട്ട് നോക്ക്. ഈ ഉഷ കേസ് എന്ന് പറഞ്ഞാൽ പ്രഗത്ഭമായ പീഡന കേസാണ്. അത് വാദിച്ചത് ഈ ഉസ്മാനാണ്. പിന്നെ നാട്ടിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഉഷ ഉസ്മാൻ. അതെന്തിന്? പീഡന കേസ് വാദിച്ച് ഈ ഉഷ ഉസ്മാന്റെ തലയിലായി. അപ്പൊ ഉസ്മാന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നു. അങ്ങനെ നാട്ടുകാർ വിളിക്കുന്ന പേരാണ് ഉഷ ഉസ്മാൻ. അത് കൊള്ളാം. വാദമൊക്കെ ഉണ്ടാ? വാദം ഉണ്ടോന്ന് ചോദിച്ചാൽ ഈ ചായടി ഇവിടെ വന്നിട്ട് രാവിലെ മുതൽ ഒറ്റ നിപ്പാണ്. മുട്ടുവേദന, താഴെ വരെ പെരുപ്പ്, ഭയങ്കര വാദമാണ്. വക്കീലിന് വാദം ഉണ്ടാ? വക്കീലിന് വാദമുണ്ടോ, പിത്തമുണ്ടോ, കഫമുണ്ടോ എന്നൊന്നും എനിക്കറിയാൻ മേല. എന്റെ ദൈവമേ, അതല്ലോ വെച്ചത്. ഈ വക്കീൽ നല്ല വക്കീലാണല്ലോ. വക്കീൽ നല്ല വക്കീൽ ഇയാൾക്ക് തിന്നാനാണോ? അതല്ല പറഞ്ഞത്. ഈ വക്കീലിനെ കൊണ്ട് വാദിക്കാൻ പറ്റുമോ? വക്കീലാണ്. എവിടെ ചെന്നാ കിട്ടും? ഇപ്പം കാണാൻ പറ്റും. കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പൊ കാണിച്ചു തരാം. ഈ ഒരു സാധനം എടുത്ത് കയ്യിലോട്ട് വെച്ചിട്ട് ഉസ്മാൻ വക്കീലേ എന്ന് അലറി വിളിച്ചു കഴിഞ്ഞാൽ ഉസ്മാൻ വക്കീൽ കടവാവല് വരുന്ന പോലെ പറന്ന് ഇവിടെ വരും. എന്നാ ഒരു കാര്യം എഴുന്നേറ്റ് വിളി. അല്ല, ഇരുന്ന് വിളിച്ചാൽ ശരിയാവും. ഇരുന്ന് വിളിച്ചാൽ നീ ശരിയാവൂല. നീ എഴുന്നേറ്റ് വിളിച്ചാൽ മതി. വിളി. ഉസ്മാൻ വക്കീലേ. അകൽപമായി എന്തോ കേസ് മനസ്സിലിട്ട് ഉരുട്ടി തികട്ടിക്കൊണ്ട് നടക്കുകയാണ്. ഞാൻ സംസാരിക്കല്ലേ? സംസാരിക്കും. അഖിലേ, നമസ്കാരം. എന്തോന്ന് ടെൻഷൻ തോന്നുന്നു? എന്തോന്ന് ടെൻഷൻ തോന്നുന്നു? ഭയങ്കര ഒരു കേസ്. എന്താ? ഒരു ഊരുന്ന കേസ്. ഊരുന്ന കേസാ? ഭയങ്കര കേസാ? ഭയങ്കര കേസ്. എന്ത് പ്രശ്നം തോന്നുന്നു? ഒന്ന് ഊരണം. അത്ര ടെൻഷനുള്ള കേസാണെങ്കിൽ വിട്ടുകളയണല്ലേ നല്ലത്. അത് പറ്റൂല. അത് കേസ് വിട്ട് ഊരാതെ ഒരു കാര്യം നടക്കൂല. അത് എന്ത് കാര്യം നടക്കൂല? എന്റെ നാളത്തെ കാര്യമല്ലേ എനിക്ക് കുഴയും. നാളത്തെ എന്തോന്ന് കാര്യം? ബാത്റൂമിൽ പോണ കാര്യവും ഷർട്ട് തേക്കുന്ന കാര്യം ഇടുന്ന കാര്യം ഒക്കെ കുഴയുന്നു. അത്രയും ടെൻഷനുള്ള കേസ് എന്തോന്ന് വെക്കില്ലേ? എന്റെ കൈ ഇവിടുന്ന് ഊരാൻ പറ്റുന്നില്ല. ഞാൻ അതിനെക്കുറിച്ചാണ് ആലോചിച്ചിരിക്കുന്നത്. അത്രേ ഉള്ള. അതിപ്പോ ഞാൻ ഊരിത്തരാം. സംഭവം തീർന്ന. അല്ല വക്കീലേ, നിങ്ങളെ ഈ ശരീരം വെച്ചോണ്ട് ഈ കോട്ടൊക്കെ എടുത്തിട്ടല്ലേ പ്രശ്നം? എന്തിനു വക്കീലേ ഈ കോട്ടൊക്കെ എടുത്തിട്ട്? പോടാ മണ്ടാമാരി. എടാ, ഈ കോട്ട എന്ന് പറഞ്ഞാൽ നിനക്ക് അറിഞ്ഞൂടാ. നമ്മളിപ്പോ ഒരു പ്രതി അല്ലെങ്കിൽ ഒരു വാദി നമ്മുടെ വരികയാണ്. അവർ വന്നൊരു കേസ് വാദിക്കണമെന്ന് പറയുന്നു. അപ്പൊ നിസ്സാര കൊച്ചു കേസായിരിക്കും. 2 ദിവസം വാദിച്ചാൽ വിടാനായിരിക്കും. പക്ഷെ നമ്മളത് വാദിച്ച് ഒരു 10-15 വർഷം എടുത്ത് ജഡ്ജി അവനെ തൂക്കി കൊല്ലാൻ വിളിക്കും. ഈ സമയത്ത് അവൻ നമ്മളെ ഒരു നോട്ടമുണ്ട്. സത്യം നമ്മളങ്ങ് ചൂളിപ്പോവും, നാണം കെട്ടുപോകും. അപ്പം അവൻ്റെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ കോട്ട് പതുക്കി ഇങ്ങോട്ട് എടുത്ത് ഇതഴിച്ച് തലയിൽ കൂടെ ഇട്ട് ആമ പതുങ്ങി പോണ കണക്ക് കോടതിയുടെ വരാതെ കൂടെ നമ്മളിങ്ങ് വരും. ഇവിടെ വന്നിട്ട് ഒരു ചായ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കും. വക്കീലേ, പുള്ളിയുടെ സ്ഥലത്തിന് ഇച്ചിരി പ്രശ്നം. ഈ സ്ഥലമല്ലെന്ന്, പിന്നെ പുള്ളിയുടെ പ്രോപ്പർട്ടിക്ക് ചില പ്രശ്നങ്ങൾ. പ്രോപ്പർട്ടി പ്രശ്നമുണ്ട്. എൻ്റെ പൊന്നെ ബാ, ഇത് കോടതിയിൽ തീർക്കാൻ പറ്റൂലേ? പിന്നെന്ത്? ഞാനൊരു ഡോക്ടറെ പേര് പറഞ്ഞു തരാം. അവിടെ ചെന്നാൽ മതി. പുള്ളിയാകുമ്പോൾ ഒന്നീ കരിച്ചു കളയും, ഇല്ലെങ്കിൽ കെട്ടും, ഇല്ലെങ്കിൽ മരുന്ന് ഉള്ളിലൊക്കെ കയറിപ്പോൾ. എനിക്ക് അസുഖം ഉണ്ടായിരുന്നില്ല. എന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാലേ എന്റെ ഈ ഭൂമി, പെണ്ണുമ്പിള്ളയുടെ ഭൂമിയുടെ പ്രശ്നമുള്ളത്, അല്ല വേറെ ഒന്നും അല്ല. ഭൂമി ഇതൊക്കെ അങ്ങനെ പറയണ്ടേ? ഉദ്ദേശിച്ച പ്രോപ്പർട്ടി അല്ല, എന്തുവാ പേര്? ഗുണശേഖരൻ. ഗുണശേഖരൻ. കേസ് പറയും. കേസ് എന്ന് പറഞ്ഞാൽ ഒന്ന്, ഭാര്യയ്ക്ക് സ്ത്രീധനമായി തന്ന 45 സെന്റ് എഴുതി വിറ്റ്. 1. പിന്നെ ഭാര്യയായിട്ട് പിണങ്ങി. 2. പിന്നെ വിരലിട്ട ചായ തന്നെ അളിയനെ അടിച്ചു. 3. കറക്റ്റ് പേര്. ഒരുപാട് ഗുണങ്ങളുള്ള ഗുണശേഖരൻ. ഈ കേസ് എന്തായാലും ഞാൻ ഏറ്റെടുക്കും. ഭാര്യ ഇപ്പൊ രണ്ട് കേസല്ലേ കൊടുത്തു. 45 സെന്റ് വിറ്റു, അളിയനെ അടിച്ചു. ഈ കേസ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് എന്റെ കക്ഷി എന്റെ കേസ് ബാധിച്ച് ജയിപ്പിക്കാൻ എന്റെ കക്ഷി പറ്റുമോ? നിങ്ങൾ ഇത് ആരാന്നറിഞ്ഞിട്ടാണ് കോടതിയിൽ ഗർജിക്കുന്ന സിംഹം, വക്കീലന്മാരുടെ മുമ്പിൽ പായുന്ന ചീറ്റപ്പുലി, സാധാരണക്കാരുടെ ആൾക്കടയിൽ കൂകുന്ന കുറുക്കൻ.
എങ്ങനെ ഇനി വന്നാണ് എനിക്കൊരു വക്കീലിനെയാണ് ആവശ്യം, അല്ലാതെ മിമിക്രി ആർട്ടിസ്റ്റിനെ അല്ല. വക്കീലേ ഇവ കൂവിയത് മതി, അവ ഊരിക്കൊണ്ട് പോകും, വല്ല വാങ്ങിച്ചെടുക്കാൻ നോക്ക്. ആ ശരി, ഓക്കെ. അപ്പൊ വരൂ. ആദ്യം മുതൽ പറയാം. ആദ്യം മുതൽ പറയുന്നത് എൻ്റെ ആദ്യം മുതലാണല്ലോ പറയാനുള്ളത്. അപ്പോൾ ഒരു 1982 കാലഘട്ടം, ഒരു ദിവസം വൈകുന്നേരം ഭയങ്കര ഇരുട്ടും ഇടിയും മിന്നലും മഴയും. പടിഞ്ഞാറ്റ ചെരുവിലുള്ള വീട്ടിലെ പടിഞ്ഞാറ്റ മുറിയിൽ ഞാൻ പൂജാതനായി. സത്യം പറയാലോ, ഞാൻ ആദ്യമായിട്ട് കാണുക പ്രസവിച്ച ഉടനെ സൈക്കിളിൽ ചവിട്ടി കോണുമടിച്ചു വരുന്ന ചോര കുഞ്ഞിന്. അതെ, എന്റെ വെട്ട് കേസ് ഇപ്പൊ തീരാക്കും. ചേട്ടാ നീ ഒന്ന് അടങ്ങണേ. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ ഏറ്റ കേസാണ്. നീ ഇങ്ങനെ എപ്പോഴും വന്ന് എൻ്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ സമയം അവൻ്റെ കൃത്യസമയത്ത് ഞാൻ ചെയ്യും. എടാ ഇതിനേക്കാളും വലിയ പ്രമാദമായ കേസാണ് ഞാൻ ആറ്റുന്നത്. നീ പാമ്പ് ഷാജി എന്ന് കേട്ടിട്ടുണ്ടോ? എടാ വെള്ളയാണെങ്കിൽ വലിയ പുള്ളിയാണ് ഈ പാമ്പ് ഷാജി എന്ന് പറഞ്ഞത്. അവൻ്റെ വെട്ട് കേസ് നിസ്സാരമായിട്ട് തീർത്തില്ലേ? ആ എന്നിട്ട് പുള്ളി ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ പുള്ളി എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ സ്വിച്ചിലൊക്കെ കുത്തി പിള്ളേർ കളിക്കുന്നതൊക്കെ അങ്ങ് നടക്കുകയാണ്. ഡേയ് നിന്റെ കേസ് ഞാൻ ഏറ്റ്. നീ അവിടെ പോയി നിന്നാ ഒരു ഞാൻ പുറത്തേക്ക് ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞില്ലേ? പോടാ പോടാ വക്കീലേ. അപ്പൊ എന്റെ കേസ് ഏറ്റെടുത്ത് അപ്പൊ ഞാൻ ആദ്യം തൊട്ട് പറയണം. ഒന്ന് പറയൂ. എന്നാ പറയാന്ന് പറയാം. അതായത് ഞാനൊരു 5 കൊല്ലം മുമ്പാണ് കല്യാണം കഴിക്കുന്നത്. 5 കൊല്ലം മുമ്പാണ് കല്യാണം 5 കൊല്ലം മുമ്പ് Not the point. 5 കൊല്ലം മുമ്പ് കല്യാണം കഴിച്ചു. അപ്പൊ ഞാനും എന്റെ ഭാര്യയും കൂടെ വളരെ സന്തോഷമായിട്ട് ജീവിച്ചു. അവിടെയാണ് പ്രശ്നം. ഇദ്ദേഹം 5 വർഷം മുമ്പ് കല്യാണം കഴിച്ച് ജീവിക്കുമ്പോൾ ഭാര്യ സന്തോഷമായിട്ട് പോയി. അതായത് ഈ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുമ്പോൾ സന്തോഷകരമായ ഒരു കുടുംബ ജീവിതമാണല്ലോ. സന്തോഷകരമായി കോടതിയിൽ പറയുമ്പോൾ വ്യക്തമായിട്ട് ഈ സന്തോഷകരമായ കുടുംബജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് കുറച്ച് പൂവും പൂക്കളും ഒക്കെ ഉണ്ടായി. അപ്പൊ അവിടെ അതാണ് പ്രശ്നം. ഈ പൂവും പൂക്കളും ഉണ്ടായപ്പോ ഇവിളി പൂവും പറിച്ചുകൊണ്ട് അവിടെയാണ് ചെന്നപ്പോ അവിടെ ഇല്ലായിരുന്നു. അതാണ് മെയിൻ പ്രശ്നം. അത് അങ്ങനെ അല്ലെന്ന്. അതായത് ഈ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ സന്തോഷകരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിധി എന്ന കരാള സർപ്പം കാർമേഘം പോലെ ഉരുണ്ടുകൂടി ഭാവിയുടെ മോൽ വാ വിളിച്ചു നിന്നത്. നിന്റെ അടുത്ത് നിന്റെ ജീവചരിത്രം പറയാൻ ഞാൻ പറഞ്ഞില്ല. നിന്റെ ജീവിതത്തിൽ സംഭവിച്ച പറയണേ. കച്ചിൽ പിച്ചിൽ കാര്യങ്ങൾ, വസ്തുനിഷ്ഠമായ കാര്യം. വസ്തു ഇഷ്ടപ്പെട്ട വസ്തു ഇഷ്ടപ്പെട്ടെന്നല്ല, വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ വക്കീലിന്റെ അടുത്ത് പറയാം. വക്കീലിന്റെ അടുത്തും ഡോക്ടറെ അടുത്ത് കള്ളം പറയാൻ പാടില്ല. അതെ, കാരണം എനിക്കറിയാം മണ്ടന്മാരെ എല്ലാം വിശ്വസിച്ചു. ഒരു കാര്യം പറയട്ടെ. അതായത് എന്റെ അമ്മായി അച്ഛൻ എനിക്കൊരു 50 സെന്റ് റോഡ് അറിവിൽ എഴുതി. നിന്റെ അമ്മയപ്പം വെറും മണ്ടനാണ്. എന്ത് റോഡിന്റെ നടുക്ക് എഴുതിയിട്ടിട്ട് മാഞ്ഞു പോണ്, പിന്നെ റോഡിന്റെ അരിവിൽ എഴുതിയിട്ട് എങ്ങനെ കിടക്കാനാണ്? പക്ഷെ അങ്ങനെയല്ലെന്ന് പത്രത്തിൽ എഴുതി തന്നു. അയാൾ മണ്ടനാന്ന് വീട്ടിൽ തെളിയിച്ചു. എടാ പത്രത്തിൽ എന്തെല്ലാം അക്ഷരങ്ങൾ ഇംഗ്ലീഷ് മലയാളം ഹിന്ദിയിലൊക്കെ അടിച്ചു വെച്ചെങ്കിൽ അതിന്റെ മോളിൽ കൊണ്ടിട്ട് എഴുതിയാ എവിടെ കിടക്കാൻ? എന്റെ വക്കീല് അങ്ങനെയല്ല മുദ്രപത്രത്തിൽ എഴുതി തന്നു. മൂത്രപത്രത്തിൽ എഴുതിയത് പറയൂ. പിന്നെ ഞാൻ ഈ ബലമായി ഇത് പിടിച്ചു വായിക്കാനുള്ള കാര്യമുണ്ട്. എന്താണ്? എന്റെ അച്ഛന് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, പനി, ജലദോഷം, തലവേദന എന്നാക്കി മാറ്റി. അതിന് ഞാൻ കൂടുതൽ ഈ കേസ് വാദിക്കുമ്പം പ്രഷർ, കൊളസ്ട്രോൾ എന്ന് പറയുമ്പം എതിർ വക്കീൽ എൻ്റെ പേരിൽ ചിലപ്പോൾ മുഖത്ത് തുപ്പി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും. പനിയും ചുമയും. അപ്പൊ പനിയും ചുമയും വന്നപ്പം ഞാൻ 5 സെന്റ് കൊടുത്തു. എടാ മണ്ട, ഈ 5 സെന്റ് കൊടുക്കുന്നതിന് 2 പാരസെറ്റമോൾ ഗുളിക മേടിച്ച് കൊടുത്താൽ പോരാ. പക്ഷേ വൈകാതെ തന്നെ അച്ഛൻ നിന്നെ കോക്കുരുത്തി കാണിക്കാം. കോക്കുരുത്തി കാണിച്ചല്ല, അച്ഛൻ നീന്താൻ പോയാ. അതല്ലെന്ന്, ഒരു മോനായി ഞാൻ അതെങ്ങനെ പറയും? എന്തുപറ്റി? അച്ഛൻ മരിച്ചുപോയി. മരിച്ചുപോയി. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ 18 മക്കള്. അപ്പൊ അച്ഛൻ മരിച്ചുപോയതല്ല, അമ്മയുടെ പ്രാക്ക് ദൈവം കേട്ടിട്ട് വിളിച്ചോണ്ട് പോയത്. ഞാൻ ഒരു കാര്യം ചെയ്ത് അപ്പൊ തന്നെ 5 സെന്റ് കൊടുത്ത് അച്ഛന്റെ ഇതിന് വേണ്ടിട്ട് 2 കൂട് സാമ്പ്രാണി തിരി ഒരു തീപ്പെട്ടി വാങ്ങിച്ചു. എങ്ങനുണ്ട്? സ്വന്തം തന്ത മണിച്ച് കിടന്നപ്പം 10 കുണുവേടെ തിണി മേടിക്കാൻ 5 സെന്റ് വിറ്റെന്ന്. ഇവനൊക്കെ ഈ ഭൂമിക്ക് ഭാരമല്ലേ? അല്ല പെണ്ണുപിള്ളേം പിള്ളേരും വന്നില്ലേ? അല്ലല്ല, അപ്പൊ ഈ കേസ് ഏത് കോടതിയിൽ നിങ്ങൾ വാദിക്കും? ഒരു കാര്യം ചെയ്യും, ഇത്തരം ഭൂമി ഇടപാടുകളും ഭാര്യ പ്രശ്നമൊക്കെ ആയിട്ട് കുടുംബമായിട്ട് പ്രശ്നമൊക്കെ വരുന്നല്ലേ, നമ്മുടെ ഈ കോടതിയിൽ പുതിയൊരു ബെഞ്ച് വരുന്നുണ്ട്. പുതിയ ബെഞ്ച് വരുന്നെന്ന് പറഞ്ഞ ഉള്ളാന്ന് എൻ്റെ അടുത്ത് ജഡ്ജി പ്രത്യേകം വിളിച്ച് പറഞ്ഞതല്ലേ. ഈ ജഡ്ജി വക്കീലുമായിട്ടൊക്കെ നിങ്ങൾക്ക് നല്ല ബന്ധമാണ്. നല്ല ബന്ധമാണ്. എങ്കിൽ ആ ബെഞ്ച് എടുത്ത് ഇവിടെ കൊണ്ടിട്ട് ഈ ബെഞ്ച് എടുത്ത് അവിടെ കൊണ്ടിട്ട് ഈ ബെഞ്ചിന്റെ കാലെടുത്ത് നിന്റെ മണ്ടയ്ക്കടിച്ച് പൊട്ടിച്ചിട്ട് ആ ബെഞ്ചിൽ പോയി ഞാൻ ഈ കേസ് വാദിക്കും. അതെ, അത് കഴിഞ്ഞ് എനിക്ക് പനി വന്ന് അപ്പൊ നീ വീണ്ടും 5 സെന്റ് എഴുതി വിറ്റ്.
അപ്പൊ പെണ്ണും പിള്ളേരും വന്നില്ലേ? എന്നിട്ടാണ് അവർ വന്ന് ചോദിച്ചെന്ന് വീണ്ടും 5 സെന്റ് അവൻ എഴുതി വിൽക്കാൻ. അതെ 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 എന്റെ വെട്ട് കേസ്. ഇയാളെ എന്റെ പൊന്നി ചെറുക്കാൻ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ല നിന്റെ വെട്ട് കേസ് ഞാൻ ഏറ്റേക്കല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ അഡ്വാൻസ് മേടിച്ചേ. നിനക്ക് എന്നെ അത്ര വിശ്വാസമില്ല, നീ വേറെ ആർക്കും ടെൻഷൻ അടിക്കണ്ട. എടാ ഞാൻ വേറെ പ്രമാദമായ കേസ് നീ അവിടെ വരാതെ പോയി നില്ല് പോ. അപ്പൊ വക്കീൽ അങ്ങനെ പലപ്പോഴായി ഞാൻ 45 സെന്റ് വിറ്റ്, ഇനി ഒരു 5 സെന്റ് കൂടെ ഉള്ളൂ. അതും വിൽക്കേണ്ടി വരും. അതെന്തിന്? ഈ കേസ് വാദിക്കണ്ടേ? വക്കീൽ എന്റെ സൈഡിൽ നിന്ന് ചിന്തിച്ചു നോക്കിയാണ്. അതെന്ത് ഈ സൈഡിൽ നിന്ന് ചിന്തിച്ചാൽ എനിക്ക് ചിന്ത വരൂല, നിന്റെ സൈഡിൽ വന്നാലേ പറ്റൂ. അങ്ങനെയല്ല, അതായത് ഇപ്പം എനിക്ക് എന്റെ അമ്മായി ചെന്ന 50 സെന്റ് ഞാൻ വക്കീലിന് എഴുതി തരുന്നു. അയ്യോ വക്കീലേ 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 ആവശ്യമില്ലാത്ത ജഡിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാരനെ തെളിയിപ്പിക്കല്ലേ. വക്കീൽ ഇത് കാര്യമായിട്ട് പറഞ്ഞല്ല, സങ്കല്പം 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 സങ്കല്പത്തിൽ നീ എനിക്ക് 50 സെന്റ് എന്നപ്പോ ഞാൻ ബോധം കെട്ട് വീണ്. യഥാർത്ഥത്തിൽ തന്നെങ്കിൽ ഞാൻ സത്ത് പോയിട്ടാ. അവസ്ഥ മനസ്സിലാക്കി പറയുന്നു. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് എന്റെ അമ്മായി ചെന്ന 50 സെന്റ് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ക്രയവിക്രയം ചെയ്യാൻ എനിക്ക് അവകാശമുണ്ടാ? ഉണ്ടാ എങ്ങനെ ഉണ്ടാ ഉണ്ടാ അപ്പൊ 2 പോണ്ട 3 പോണ്ട. അപ്പോഴ് ഞാനിങ്ങനെ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് നാക്ക് ഉരുക്കാൻ ഇരിക്കട്ടെ. ഇത് നോക്ക്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നോക്കിയാണ് എന്റെ പൈസ ഇരിക്കല്ലേ, അളിയൻ ഈ പൈസയൊക്കെ കൂടെ കണ്ടപ്പോ ഭയങ്കര ചൊറി. എടാ പിന്നെ ആ പൈസ എടുത്തോളൂ, അതിനൊരു ചൊറിച്ചാണ്. പക്ഷെ അതല്ലെന്ന്, അവന് ഭയങ്കര ദേഷ്യം. അവന് ദേഷ്യം വന്ന് അവൻ ഒന്ന് പറഞ്ഞു ഞാൻ 2 കുടുംബത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളായിരിക്കും, നീ അളിയന് മറ്റം ചേർന്ന് 1 2 പറഞ്ഞ് കളിച്ചോക്കെ അല്ലേ? അയ്യോ, എന്തിന് മനസ്സൊന്നും അതല്ലെന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ദേഷ്യമായി, അടിയായി, പ്രശ്നമായി. അവനുണ്ടല്ലോ അവന്റെ ഈ 5 വിരലും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചെന്റെ കാരണത്തിൽ 2 കാരണത്തിൽ എനിക്ക് പോയിന്റ് കിട്ടി. ഇപ്പൊ നിന്റെ പേരിൽ 2 പേരിലാണ് അവർ കേസ് കൊടുത്തിരിക്കുന്നത്. അതെ, 45 സെന്റ് വിറ്റ് തൊളിച്ചു എന്ന് പറയും ഭാര്യ കൊടുത്തിരിക്കുന്ന കേസ്. അളിയൻ ചായയിൽ വിരലിട്ടു എന്നും പറഞ്ഞ് അളിയനെ അടിച്ച് പല്ല് കൊഴിച്ച കേസ്. കൗണ്ടർ കേസായിട്ട് നമുക്ക് ഇത് കൊടുക്കാം, നിന്നെ അടിച്ചു കേസ് കൊടുക്കാൻ തെളിവിരിക്കല്ലേ? തെളിവ് പുറത്ത് കാണിക്കാൻ പറ്റില്ല. തെളിവിരിക്കല്ലേ? തെളിവ് പുറത്ത് കാണിക്കാൻ കാര്യം എന്ത്? താടി വളർത്തിക്കല്ലേ? താടി അങ്ങ് പഠിച്ചു കളഞ്ഞാ പോരെ? താടി പഠിച്ചു കഴിഞ്ഞാൽ തെളിവ് നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവരെന്നെ പിടിച്ച് അകത്തിടൂലേ? ശരിയാണ്, തെളിവ് നശിപ്പിച്ചു. താടി പഠിക്കണ്ട, താടി പഠിക്കണ്ട. എനിക്കൊരു കാര്യമുണ്ട്, എന്റെ ഭാര്യയും സഹോദരനും എന്റെ പറമ്പിൽ കാലൂത്തരും ഇഞ്ചക്ഷൻ കൊടുക്കും. അത് ഞാൻ ഡോക്ടറല്ലല്ലോ, അവരുടെ കാലം കെട്ടിക്കണം. അങ്ങനെയല്ലേ എന്റെ അളിയനെ ജയിലിൽ കയറ്റിയാൽ എനിക്ക് പറ്റുള്ളൂ. അത് കയറ്റണം, അത് വക്കീൽ എന്നെ സഹായിക്കണം. കയറ്റിയേ പറ്റുള്ളൂ. കയറ്റുള്ളൂ. ഇത് ഇപ്പൊ സിവിലാണോ ക്രിമിനലാണോ ഈ കേസ്? അതിപ്പോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം. നിന്റെ അളിയനാളെങ്ങനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും? അടിയൊക്കെ ഉണ്ടാകുമോ? അതൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ക്രിമിനൽ അല്ല ആളെങ്ങനെ അടിക്കുന്ന കൂട്ടത്തിലാണ്. അത് പണിയെ കഴിഞ്ഞൊരു 2 അടിക്കും. അപ്പൊ സിവിൽ സപ്ലൈസ്. അപ്പം എങ്ങനെയാണ് അടുത്ത് കേസിന്റെ പോക്ക്? എങ്ങനെയാണ് കേസിന്റെ പോക്ക്? എങ്ങനെയാണ്? ഒരു കാര്യം ചെയ്യാം, ഈ കേസ് ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുമ്പോൾ നീ അവിടെ കോടതിയിൽ വരണം. കോടതി വന്നിട്ട് നിന്നെ കൂട്ടി കയറ്റി നിർത്തും. അപ്പൊ നീ ഇങ്ങനെ അങ്ങ് നിന്നാ മതി. ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾ എന്നെ കയറ്റി നിർത്തുന്നത് കോടതിയിലെ കൂട്ടില്ല, സർക്കസ് കൂടാരത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിൽ നിന്നെ കേസിൽ നിന്ന് രക്ഷിക്കണോ? രക്ഷിക്കണം. നീ അവിടെ കയറി മിണ്ടാ നിൽക്കുക. അപ്പൊ ജഡ്ജി നിന്റെ ഭാര്യയെ ചോദിക്കും. കേസിനെ കുറിച്ച് മുന്നോട്ട് പറയുമ്പോൾ നിന്റെ ജഡ്ജി ഭാര്യയെ വിളിപ്പിക്കാൻ പറയും. ഭാര്യ നീ വിളിക്കും. അയ്യോ, അതുകൊണ്ട് ഭാര്യ വിളിക്കണം. ജഡ്ജി വിളിക്കാൻ പറയും. അഥവാ ജഡ്ജി പറഞ്ഞില്ലെങ്കിൽ ഞാൻ വിളിക്കാൻ പറയും, നീ വിളിച്ചോണ്ടിരണം. അതെന്തിന്? ഞങ്ങൾക്കൊന്ന് കാണണ്ട. അങ്ങനെയല്ല, അത് വേണ്ട. അങ്ങനെ കേൾക്കുമ്പോൾ നിന്റെ ഭാര്യ ജഡ്ജി വിസ്തരിക്കുമ്പം ഞാൻ അവളെ മർദ്ദിച്ച കാര്യമൊക്കെ അവള് ജഡ്ജിയുടെ അടുത്ത് പറയും. അത് പിന്നെ അവളെ എടുത്ത് കോടതി കയറ്റുന്നത് നിങ്ങൾക്ക് ഇവന്റെ ഭാഗത്ത് വല്ല തെറ്റുണ്ട് സാറെ കൂടിക്കൊണ്ട് വന്ന് ഞാൻ നീരത്തര ഇടിക്കും. അത് പറയും. എല്ലാ പെണ്ണുങ്ങളും ഇടിച്ചില്ലെങ്കിലും പെണ്ണുങ്ങൾ പറയും. ജഡ്ജി കേസ് എടുക്കും. ജഡ്ജി ഇടിച്ചെന്ന് പറയും. പെണ്ണുങ്ങളല്ലേ? പെണ്ണുങ്ങൾ പറഞ്ഞ ഏത് ജഡ്ജി അപ്പോഴേ സ്ത്രീപീഡനത്തിന് എന്റെ പേര് കേസ് എടുക്കും. അപ്പൊ ശിക്ഷിക്കൂലേ എന്നെ? 6 വർഷം ശിക്ഷിക്കും. നീ അകത്ത് കിടക്കും 6 വർഷം. ഞാൻ ജയിലിൽ കിടക്കും. അയ്യോ, അത് പറ്റൂല. ഞാൻ പറഞ്ഞു ഇങ്ങോട്ടോ. നിന്റെ പേരിൽ ഇപ്പൊ 2 കേസാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒന്ന് വസ്തു വിറ്റ് ചമ്മാളിച്ചതും, 2 അളിയന്റെ പല്ലടിച്ച് പൊളിച്ചതും തന്നെ. ഇപ്പൊ ഈ കേസ് കോടതിയിൽ വന്നപ്പോ എന്തായി? നിന്നെ സ്ത്രീ പീഡനത്തിന് പിടിച്ച് അകത്തിട്ട്. അപ്പൊ മറ്റേ 2 കേസ് ഞാൻ പതുക്കെ അങ്ങ് ഊരിയേ. 461 കറക്റ്റ്. സെക്ഷൻ 461. സെക്ഷൻ അല്ല, ഇവിടുന്ന് പറ്റിയ കാശ് 461 രൂപ ഇപ്പൊ തരണം ഈ നിമിഷം. അല്ല, ഇത്
ഈ കേസ് ശരിയാവില്ല. വേണ്ട, അത് അല്ല ശരിയാവില്ല. അങ്ങനല്ല ഞാൻ നമ്മൾ കുടുംബത്തോട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. നമ്മളിത് രമ്യതയിൽ പരിഹരിച്ചു പോകണം, അതാണ് നല്ലത്. അല്ല, അങ്ങനെ ഒരു രമ്യതയിൽ പരിഹരിക്കാൻ വേണ്ട. എന്റെ അളിയനെ ജയിലിൽ കിടണം, എനിക്ക് അത്രേ ഉള്ളൂ. രമ്യതയിൽ പരിഹരിക്കണം. ഞാൻ പറയുന്നത് നീ കേൾക്കാതെ വേണ്ട. നമുക്ക് ആ കോടതിയുടെ വശത്തേക്ക് നമുക്ക് പോണ്ട. നമുക്ക് ഇവിടെ വെച്ചെല്ലാം അങ്ങ് തീർത്ത് റെഡിയാക്കി വിടാം. ഇല്ല, ഞാൻ നിങ്ങൾക്ക് ഈ കേസ് വാദിക്കാൻ പറ്റൂ. വാദിച്ച് എന്നെ ജയിപ്പിക്കാൻ പറ്റൂ. ഈ കേസ് വാദിച്ച് ജയിപ്പിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ ജയിപ്പിക്കാൻ പറ്റുമോ? അത് എനിക്കറിയാം. സത്യം പറയാം, എനിക്ക് കോടതി കടന്ന് കയറി ഇറങ്ങാൻ മതി. ഫോട്ടോ കൊടുക്കണം അവിടെ എനിക്ക് സത്യം വയ്യ. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് തീർക്കാന്ന് ഞാൻ പറഞ്ഞത്. സത്യം. ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. നിങ്ങൾ ഇതുവരെ ഏതെങ്കിലും കേസ് വാദിച്ചിട്ടുണ്ടോ? വാദിച്ചിട്ടുണ്ടോന്നോ? പ്രഗത്ഭനായ വക്കീലാണോ? പറഞ്ഞുകൊട്. പുള്ളി പറയും. കൺഗ്രാജുലേഷൻ. ഞാൻ അച്ഛനായ അല്ല, പിന്നെ ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ കേസാണ് വാദിക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊരു കോടതിക്കകത്ത് കയറിയിട്ടില്ലേ? ഞാൻ കയറിട്ടില്ല. എനിക്ക് ജഡ്ജിയെ കാണുമ്പോൾ അപ്പം മൂത്ത് ഓടിക്കാൻ മുട്ടും. അപ്പൊ ഈ കേസ് വേണ്ട. ഞാനേ വേറെ വക്കീൽ നോക്കിക്കോളാം. വേറെ വക്കീലാ? വേറെ വക്കീൽ കോടതി കൊടുക്കാൻ വേറെ ആ, വക്കീൽ? വേണ്ട, വേണ്ട. ഞാൻ നിങ്ങൾ വേറെ വക്കീലിനെ കാണാൻ പോലെ. അപ്പൊ ഞാൻ ഈ ലാപ്പായിന്റെ ഒക്കെ പറഞ്ഞു നിന്റെ പൈസ എടുത്തു. ഈ ലാപ്പായിന്റുകൾ പറഞ്ഞ നിന്റെ പൈസ എന്നിട്ട് അപ്പി പോയാൽ മതി. തന്നില്ലെങ്കിൽ ബാർ അസോസിയേഷൻ തന്നില്ലേ? ബാർ അസോസിയേഷന്റെ ആളുണ്ട്, നമ്മുടെ പ്രധാനപ്പെട്ട ഉല്ലാസ് പന്തളൻ, നെൽസൺ ചൂടിവെക്കാൻ അവരെ അവരങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടില്ല. വിളിക്കാൻ നമ്മൾ വിളിക്കാൻ പൈസ എന്നിട്ടേ പോകും. നിങ്ങൾ ഇങ്ങനെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ആരെയും വിളിക്കണ്ട, ഞാൻ പൈസ തരാം. എടാ, ഞാൻ ഒരു കാര്യം നിന്റെ അടുത്ത് പറയട്ടെ. നീ ഈ കേസുമായിട്ട് അവിടെ ചെല്ലും. വക്കീല് വേറൊരു വക്കീല് കേസെടുക്കും. ആ കേസ് വിധിയാവാൻ 10-15 വർഷം എടുക്കും. ഈ 15 വർഷം നീ കോടതി കയറി ഇറങ്ങി നടക്കണം. ഈ 15 വർഷം കൊണ്ട് നിന്റെ ഈ താടിയൊക്കെ വളർന്ന് ഇറങ്ങി അതിൽ ചവിട്ടി നീ മറിഞ്ഞ് വീണ് എന്തിനാടാ പോണത്? എന്റെ ലാപ്പായിന്റെ പൈസ എന്റെ വീട്ടിൽ പോയി ജീവിക്കാൻ നോക്കടാ. അല്ല, എന്നാലും ഞാൻ വേറെ വക്കീൽ വെച്ചു. നീ എന്റെ ലാപ്പായിന്റെ പൈസ പൈസ ഇപ്പൊ വേണം. പൈസ കൊടുക്കണം, പൈസ കൊടുക്കണം. ശരി, തരാം. എന്താ വാങ്ങിച്ചോ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നീ എന്നെ തല്ലിയല്ലേ? ആ, തല്ലി. നീ എന്നെ തല്ലിയല്ലേ? തല്ലി. ഒരു കാര്യം ചെയ്യും, കൊണ്ടുവന്ന് എന്റെ പേര് പരാതി കൊടു. അങ്ങനെ കോടതിയുടെ അകം നിങ്ങളൊന്ന് കാണട്ടെ. യവൻ ചായയിൽ വിരലിട്ടതിന് യവന്റെ അളിയനെ ഒറ്റയടി അടിച്ചപ്പം അവൻ ബോധം കെട്ട് വീണു. പക്ഷെ ഞാൻ ഡിങ്കിടിക്ക ബോധം കെട്ട് വീഴൂല. അത് എന്റെ വെട്ടുകേസിന്റെ കാര്യം. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഞാൻ ഏറ്റത്. ഇവൻ പൈസ നിന്റെ വെട്ടുകേസ് ഞാൻ ഏറ്റിട്ടുണ്ട്. ഞാൻ ഏറ്റതുപോലെ ചെയ്യും. നിനക്ക് അത്ര ബുദ്ധിമുട്ടാണ് അഡ്വാൻസിന്റെ പൈസ. നിനക്കെന്തൊരു ഭ്രാന്തുണ്ടാടാ? എടാ, ഇയാൾക്ക് വകുപ്പും സെക്ഷനും എന്ന് പറഞ്ഞാ കോടതിയുടെ തിണ്ണമൊരു ഇയാൾ കണ്ടിട്ടില്ല. ഇയാളെ കേസ് കൊടുത്തണ്ടല്ലേ? നീ നിരപരാധിയാണെങ്കിൽ ഇയാൾ വാദിച്ച് നിനക്ക് തൂക്കേറി വാങ്ങിച്ചു തരും. എന്റെ പൊന്നപ്പി വേറെ ഏതെങ്കിലും വക്കീലിന് കേസ് കൊണ്ടുകൊടുത്ത് രക്ഷപ്പെടാൻ നോക്ക്. അല്ല, ഇത് ഏത് കേസ്? അല്ല, നിനക്ക് വെട്ടുകേസ് ഉണ്ടെന്ന്. എന്റെ വീട്ടിലൊരു 50 മൂട് റബ്ബറുണ്ട്. അത് വെട്ടാൻ ആളില്ല. അഡ്വാൻസ് വാങ്ങിച്ച് 3 മാസമായി. നാളെ എങ്കിലും എന്റെ റബ്ബർ ഒന്ന് വെട്ടി തരുവോ? വക്കീലേ, വെട്ടും, വെട്ടിയിരിക്കും. കഞ്ഞോടിച്ച് ജീവിക്കണ്ടേ? ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. അങ്ങനെ ചിരിച്ച് നമ്മളെ ഒരു അവസ്ഥയിലെത്തി. നെൽസൺ ചേട്ടൻ ഒന്നും വയ്യാണ്ടായിരുന്നു. നെൽസൺ ചേട്ടൻ ഒച്ച മാത്രം ഇവിടെ കേൾക്കാണ്ടായിരുന്നുള്ളൂ. ചിരിച്ച ഒരു അടിപൊളി ഒരു സ്കിറ്റ് കണ്ടു. കോടതിയുടെ മുമ്പിലെ കട അടിപൊളി. എന്ത് പറയാനാ, ഒന്നും പറയാനില്ല. തുടക്കം മുതൽ ഒടുക്കം വരെ ചിരിയായിരുന്നു. ചിരിച്ച് അതായത് ഈ സ്കിറ്റിൽ മനോഹരമായ സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു. ഇതിൻ്റെ അടിപൊളി സ്ക്രിപ്റ്റായിരുന്നു. ഒന്നേ നമ്മൾ കോടതി ചെയ്യും, അല്ലെങ്കിൽ വക്കീലിൻ്റെ ഓഫീസ് ചെയ്യും. ആദ്യമായിട്ടാണ് ഇത് കറക്റ്റാട്ടോ. കോടതിയുടെ ഫ്രണ്ടിൽ ഇത് ചായക്കടയുണ്ട്. ആ ചായക്കടയുടെ ഫ്രണ്ടിലാണ് എല്ലാ ടീമുകളും വരുന്നതും. പിന്നെ ഈ ഓഫീസിൽ തന്നെ ചില സ്റ്റാമ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു ചായക്കടയായിരിക്കും. ആ ചായക്കടയിലെല്ലാം ഉണ്ടാകും കോടതി. എല്ലാം അറിയാം. അത് കറക്റ്റായിട്ട് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് അത് പോയത്, ആ സ്ക്രിപ്റ്റ് പോയത്. അതാ പറഞ്ഞത്, ബ്രില്യൻറ്റ് സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു. ആരാണ് ഇതിൻ്റെ കൺസെപ്റ്റ്? അടിപൊളി. വിഷ്ണുവിൻ്റെ നല്ലൊരു കൈഡികൾ, സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ ഇവർ 3 പേരിൽ നിന്നുകൊണ്ടാണ് ഇത്രയും മികച്ച മനോഹരമായ ഒരു സ്കിറ്റ്. അത് എല്ലാ രീതിയിലും അതിൻ്റെ ഓരോ കഥാപാത്രങ്ങളുടെ പ്രാധാന്യം കുറയാതെ തന്നെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരുപാട് പുതിയ കൗണ്ടറുകൾ. അതാണ് ഒരു സ്കിറ്റിനെ നമ്മൾ മികച്ചതാക്കുന്നത്. അടിപൊളി. ചേട്ടനെ കാണുമ്പോൾ തന്നെ ചിരി വരും. അവിടുന്ന് ഇദ്ദേഹം വരുമ്പോഴേ എനിക്ക് ചിരി തുടങ്ങും. എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ കാണുമെന്നുള്ളത്. ഒന്ന് ഉല്ലാസം പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം ഇതിനകത്ത് നമ്മൾ പറയേണ്ട കാര്യങ്ങളില്ല. എല്ലാവരും കണ്ടു, എല്ലാവരും നല്ല രീതിയിൽ ആസ്വദിച്ച് നല്ലപോലെ ചിരി. എൻ്റെ ചിരിയായിരുന്നു ഉറക്കെ കേട്ടത് ഇവിടെ. നല്ല സ്ക്രിപ്റ്റ്, നല്ലപോലെ 3 പേര് നിന്ന് അടിച്ച് ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു അടിച്ച് തകർക്കുകയായിരുന്നു. ഈ ഓഡിയൻസിൽ ഒരു ചേച്ചി നമ്മുടെ കഥയുടെ ഭാഗമാവാൻ ചേച്ചി
എന്താ ഇവർ തിരിച്ചു പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? അവര് നല്ല ഉറക്കമായിരിക്കും എന്ന് പറയണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ? അതെ അതെ. ആ നമ്മളോട് തിരിച്ചെന്ത് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതാ ചേച്ചിയുടെ മുഖം കണ്ടറിയായിരുന്നു. മറുപടി കണ്ടപ്പോ ചേച്ചിയുടെ മുഖം കാണായിരുന്നു. സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടു? എല്ലാവർക്കും ഇഷ്ടമായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്ര അടിപൊളി സ്കിറ്റ് തന്ന ഈ ടീമിന് നമുക്ക് എത്ര സ്റ്റാർസ് കൊടുക്കാം? 5 സ്റ്റാർസ് ആണ് നമ്മുടെ ടീം ഇന്ന് നേടിയിരിക്കുന്നത്. 5 and 4 ഉണ്ട് ഇടയ്ക്കൊക്കെ, പക്ഷെ എന്നാലും മെജോറിറ്റി 5 ആണ്. അതുകൊണ്ട് നമ്മൾ 5 സ്റ്റാർസിൽ ഉറപ്പിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇവരുടെ സമ്മാനങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് നെൽസൺ ചേട്ടനെയും ഉല്ലാസ് ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. വേദിയിലേക്ക് എത്തുന്നു സന്തോഷ് ചിറയൻകീഴ്. സന്തോഷ് നമസ്കാരം. നമസ്കാരം. നമസ്കാരം പറയും. ഇത് ചിലരെടുത്ത് നമ്മളുണ്ടല്ലോ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമ്മളോട് തിരിച്ച് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും. എന്ത് പറഞ്ഞാലും നന്ദി പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. എന്നാലും നമസ്കാരം പറയുമ്പോൾ തിരിച്ച് നമസ്കാരം പറയേണ്ടത്. വീണെടുത്ത് കിടന്ന് ഇനി ഉരുളൊന്നും വേണ്ട. ഓക്കെ, എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ പെർഫോമൻസ്? ഞാൻ കുറച്ച് പഴയ താരങ്ങളെയും പുതിയ താരങ്ങളുടെയും ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ ചിറയൻകീഴിൽ വരുന്നത്. അപ്പോൾ ചിറയൻകീഴിൽ നിന്നും മലയാള സിനിമയിലെത്തിയ 2 വലിയ കലാകാരന്മാരുണ്ട്. ശ്രീ പ്രേം നസീർ സാറ്, GK പിള്ള സാറ്, അതുപോലെ വേറെയും ഒരുപാട് ഉണ്ട്. അപ്പോൾ ഇവരുടെ 2 പേരുടെ ശബ്ദത്തിൽ നിന്നും നമുക്ക് തുടങ്ങാം. ആദ്യമായി ശ്രീ പ്രേം നസീർ സാറിൻ്റെ ശബ്ദം, പടയോട്ടം എന്ന സിനിമയിലെ ഒരു ക്യാരക്ടർ. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ 7000 രാവുകൾ എണ്ണി എണ്ണി ഉറക്കമുളച്ച് ഞാൻ കാത്തിരുന്നത്. നീ കരുതുന്ന പോലെ ഞാൻ പഴയ ഉദയനല്ല. കണ്ടോ, നീ ഇത് കണ്ടോ? ഇതെല്ലാം എൻ്റെ ഉടലിലേറ്റ വടുക്കളാണ്. എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേറ്റ മുറിവുകൾ. അതൊരിക്കലും നിനക്ക് കാണാനാകില്ല. ഇരുമ്പു ചങ്ങലയിൽ കിടന്ന് ചാട്ടവാറടിയേറ്റ് ചങ്ക് പൊട്ടിക്കരയുമ്പോൾ ഉരുട്ടു വെള്ളത്തിനായി ഞാൻ വിങ്ങിപ്പൊട്ടിയപ്പോൾ നിങ്ങളിവിടെ വീണമീട്ടുകയായിരുന്നു. എൻ്റേതാകുമെന്ന് കരുതിയവൾ എന്നെ ചതിച്ചവൻ്റെ പെണ്ണായി. നിനക്ക് നീയായി, നിൻ്റെ മകനായി, ഭർത്താവായി, കുടുംബമായി. ഇല്ല, എനിക്ക് വേണ്ട നിന്നെയുമല്ല, നിൻ്റെ മകനെയുമല്ല, കമ്മാനെയുമല്ല, കുറുപ്പിനെയുമല്ല. എനിക്ക് വേണ്ടത് അവനെയാണ്, എന്നെ ചതിച്ച എൻ്റെ സ്വന്തം ചോരയിൽ. അപ്പോൾ അതുപോലെ മറ്റൊരു ചിറയൻകീഴുകാരനാണ് ശ്രീ GK പിള്ള സാറ്. ഇപ്പോഴും ഈ 96-ാമത്തെ വയസ്സിലും അഭിനയ രംഗത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം സീരിയലില് അതൊന്ന് ഞാൻ ട്രൈ ചെയ്യാണ്. വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയതാണോ എൻ്റെ മകൾ ചെയ്ത തെറ്റ്? എന്നിട്ടത് കഴിഞ്ഞ 16 വർഷം സ്വന്തം ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും മറച്ചു വെച്ച് അവൾ ജീവിച്ചു. മഹേഷ് പറയൂ, അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? ജയന്തി തെറ്റുകാരിയാണോ? അതുപോലെ ഇനി നമ്മുടെ പഴയകാല താരങ്ങളിൽ ഇവർ 2 പേരും പഴയകാല താരങ്ങളാണ്. അതുപോലെ അന്ന് ഏറ്റവും തിളങ്ങിയുന്ന ഒരു സൂപ്പർ വില്ലനായിരുന്നു ശ്രീ MN നമ്പ്യാർ സാറ്. അദ്ദേഹത്തിന്റെ ശബ്ദം, രാഘവൻ ഭാഗ്യവാനാണ്, സുന്ദരിയായ ഒരു ഭാര്യ, യോഗ്യനായ ഒരകൻ, എനിക്കങ്ങനെ ആരുണ്ട്. അതുപോലെ നമ്പ്യാർ സാറിന്റെ ഒരു ഇന്റർവ്യൂ, അപ്പോൾ എന്നോട് ഇന്റർവ്യൂ ചെയ്യുന്നതായിട്ട് ചോദിക്കുകയാണ്, നമ്പ്യാർ സാറേ സാറിന്റെ കഴുത്ത് എന്താണ് ഇപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് ചോദിക്കാം. നമ്പ്യാർ സാർ, എന്താണ് സാറിന്റെ കഴുത്ത് എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്? എൻ്റെ വീടിനടുത്ത് 2 കുളമുണ്ടായിരുന്നു. എന്നും വൈകുന്നേരമാകുമ്പോൾ ഈ കുളത്തിൽ പെണ്ണുങ്ങൾ കുളിക്കാൻ വരുമായിരുന്നു. അവരുടെ കുളിസീൻ മാറി മാറി നോക്കിയാണ് എൻ്റെ കഴുത്ത് ഇങ്ങനെ ആയിപ്പോയത്. ഇനി പുതിയ താരങ്ങളാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് നമ്മുടെ കരമന ജനാർദ്ദനൻ സാറിൻ്റെ മകൻ ശ്രീ സുധീർ കരമന സാറ്. പുള്ളി അഭിനയിച്ച ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന സിനിമയിൽ ഒരു രംഗം വിനയ് ഫോട്ടോ ആയിട്ടുള്ള. അസാന്റെ കളക്ഷൻ ഒന്ന് നേരത്തെ കഴിഞ്ഞു. അതൊന്നും ശരിയാകില്ലടാ. ഈ നാട്ടപ്പുറ വീരത്ത് നാട് മുഴുവൻ തെണ്ടി നടന്ന് കാശും പിടിച്ചോണ്ട് ചെല്ലുമ്പോൾ മരുമോൻ്റെ വക തിരിച്ചും വരച്ചു എണ്ണി നോക്കലും അർത്ഥം വെച്ചൊരു മൂളലും മുദ്ര വീണ ഏത് കള്ളൻ്റെയും ജന്മം അങ്ങനെ. ആട്ടൊന്ന് പൂങ്കേട്ടൻ്റെ പട്ടി കഴിക്കാൻ നിൽക്കും. ഞാനിങ്ങ് ഇറങ്ങിപ്പോന്നു. നിന്നെ ഞാൻ ആദ്യം കാണുമ്പോൾ തന്നെ നിന്റെ കണ്ണിലൊരു തീയുണ്ടായിരുന്നു. പണം നേടാനുള്ള ആർത്തി. നിനക്കത് ആപത്തി വരുത്തു. അറിഞ്ഞതിലേറെയും ഇനിയും അറിയാനുള്ളതിനേക്കാൾ എത്രയോ ചെറുതാണെന്ന് നിനക്ക് മനസ്സിലാകും. എന്താ മോനെ ഒരു കൈ നോക്കുന്നു? നാഥനേ വേദനെ, കാലനേ കൈന്തവനെ, വേലപെരിയർ സേവകനെ, ഒരുതരം മാർജാര കാഴ്ച.
സൂപ്പർ. അടുത്ത് തമിഴിലെ ഒരു സൂപ്പർ സ്റ്റാർ, നമ്മുടെ മിമിക്രി രംഗത്ത് നിന്നും സൂപ്പർ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുന്ന ശിവകാർത്തികന്റെ ശബ്ദം Okay. ഒന്ന് ശ്രമിക്കുകയാണ്. ആ. രജനി മുരുകൻ എന്ന് പറയുന്ന സിനിമയിലെ ഒരു രംഗമാണ്. வாடி 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 தமிழோட திருமகளே எங்க அம்மாவோட மருமகளே நடி நினைச்சுக்கிட்டு இருப்பீங்க. லவ் பண்ற மாதிரி பாப்புவீங்களாம், லவ் பண்ற மாதிரி பேசுவீங்களாம். இப்போ எங்க அப்பாவுக்கு பிடிக்கல, எங்க ஆட்டுக்குட்டிக்கு பிடிக்கலன்னா விட்டுருவோமா? அடியே எனக்கு நாயம் கடிச்சா அவனடியே. ഓ സൂപ്പർ. താങ്ക് യു. ഇത്രയേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ച് നല്ല താരങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരും. യെസ്, ഇപ്പൊ ചെയ്തതൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ? സൂപ്പറായിട്ട്, പ്രത്യേകിച്ച് പഴയകാല താരങ്ങളെയൊക്കെ ചെയ്തതിനകത്ത് ഭയങ്കര വെറൈറ്റി ഉണ്ടായിരുന്നു. എന്ത് പറയുന്നു രണ്ടുപേരും? സൂപ്പർ, അടിപൊളിയായി. ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് നസീർ സാറിന്റെ ശബ്ദം അത്ര മനോഹരമായിട്ട്, അത് അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ഇതുവരെ ആരും ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടില്ല, അതെനിക്ക് തോന്നുന്നു. താങ്ക് യു ഏട്ടാ. അത് വളരെ സന്തോഷം തോന്നുന്നു. സാറിൻ്റെ ശബ്ദം വീണ്ടും ആ അതേ ഭാവത്തിൽ അവതരിപ്പിച്ചതിന് പ്രത്യേകമായ ഒരു നന്ദി ഞങ്ങളുടെ എല്ലാവരുടെ പേരിൽ പറയാം. ഓക്കെ, അടിപൊളി. താങ്ക് യു ഏട്ടാ. നെൽസേട്ടാ? എന്തായിരുന്നു, അടിപൊളിയായിരുന്നു. നസീർ സാറിൻ്റെ ശബ്ദം അത് പിന്നെ പടയോട്ടത്തിലെ അദ്ദേഹം ഇച്ചിരി സ്ലോയിൽ ഇതുപോലെ ഒരുപാട് പിന്നെ വ്യത്യാസങ്ങൾ വരുത്തിയാണ്. അതെല്ലാം അതുപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്ത് ഫീലിങ്സ് എല്ലാം കറക്റ്റായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം ഡയലോഗുകളെല്ലാം പുതിയതാണ് മോൻ ചെയ്തത്, അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഈ സംസാരത്തിൽ ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള ഡയലോഗുകളാണ് പറഞ്ഞത്, വളരെ സൂക്ഷിച്ച് പറയേണ്ടതും ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തതല്ല. അതെല്ലാം നല്ല വൃത്തിയായിട്ട് മോൻ ചെയ്തിട്ടുണ്ട്. ഗുഡ്, അടിപൊളി. അപ്പോൾ ഒരുപാട് സന്തോഷം ഈ ഫ്ലോറിൽ വന്നതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും. കൂടുതൽ നല്ല പെർഫോമൻസുകളുമായിട്ട് വീണ്ടും വരിക. ഇനി ഉറപ്പായിട്ട് ഞാൻ ഇനിയും നല്ല പെർഫോമൻസുകളുമായിട്ട് ഈ വേദിയിൽ എത്തുന്നതാണ്. താങ്ക് യു. ഞാൻ ആരാധനമോ വിഷയം ഞാൻ ഉണ്ടാക്കും. വിഷയം എന്ത് പ്രശ്നം എന്താണ്? പ്രശ്നമാണോ? വിഷയം ഉണ്ടാക്കുന്നത് ഞാനേ ആനവണ്ടിയുടെ ഡ്രൈവറാ. ശരി, പാപ്പാനായിരുന്നു. ഇപ്പൊ പാപ്പാന്മാർക്ക് യൂണിഫോം ഒക്കെ ഉണ്ടോ? പാപ്പാനല്ലെന്ന് KSRTC വേറൊരു വിഭാഗം വണ്ടിയുണ്ട്, ആനവണ്ടി. ആ ആനവണ്ടിയുടെ ഡ്രൈവറാ ഞാൻ. പുച്ഛിച്ച് സംസാരിച്ചേ കുറച്ചില് പോലെ. ഞാനേ ചുമ്മാ ഓടി വന്ന ഡ്രൈവർ ആയതല്ല, പാരമ്പര്യമായിട്ട് ഞാൻ ഡ്രൈവർ, എന്റെ ഫാമിലിയിലെ ഡ്രൈവറുള്ള ആളുകളാ. മീനച്ചിലാർ എന്ന് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുമുണ്ട്, അത് കഴിച്ചിട്ടുമുണ്ട്. മീനച്ചിലാർ തിന്നാൻ ഇയാളെന്നടാ ഇയാളുടെ വയറിനെ ഇടുക്കിയിടാമാണോ? മീനച്ചാർ എന്നല്ലേ പറഞ്ഞത്? മീനച്ചാറല്ലെന്ന്, മീനച്ചിലാർ, കോട്ടയത്തുള്ള മീനച്ചിലാർ കേട്ടിട്ടുണ്ടോ? ആ കർക്കിടക മാസത്തിൽ കുലം കുത്തി ഒഴുകുക വെള്ളം. ഇങ്ങനെ റോട്ടിക്കട ആ പാലത്തേക്കടെ നടന്നല്ലോ, മീനൊക്കെ വന്ന് വാലിൽ കർണക്കുറ്റിക്കിട്ട് അടിച്ചിട്ടു പോകും. ആ രീതിയിൽ ഘോരമായിട്ട് നിൽക്കുന്ന വെള്ളം ചാടുന്ന സമയത്ത് എന്റെ അച്ഛൻ കണ്ണു കെട്ടി ഈ മറ്റേ നീതിദേവത ബൈക്ക് ഓടിച്ചോണ്ട് ഒറ്റ പോക്കാ. പിന്നല്ലേ? എന്നിട്ട് എന്തായി? അച്ഛന്റെ കണ്ണിന്റെ കെട്ടഴിക്കുമ്പോ പുള്ളി മീനച്ചിലാറി കിടന്ന് നീന്തുക. അച്ഛൻ എന്നിട്ട് പിടിവിട്ടില്ല. അച്ഛനിങ്ങനെ ആശ്രയിട്ട് കൂട്ടി പിടിച്ച് വെച്ചോണ്ടിരിക്കുക. ഈ വീലിന്റെ കറക്കം കാരണമുണ്ടല്ലോ, ഈ വെള്ളം മൊത്തം കറങ്ങി ഇടുക്കിയിടാൻ ചെന്ന് വീണ് അങ്ങനെ പറ്റിപ്പോയി. ഇവിടെ വരാൻ കാരണമുണ്ട്. ഈ ഇരിക്കുന്ന ആളുകളില്ലേ, ഇവരിവിടെ വരാനുള്ള കാരണം എന്താന്ന് പറയുമ്പോ ഞാൻ അവിടെ ഇവരെ കൊണ്ടുവന്ന നല്ല ഓഡിയൻസ് ആണ്, നല്ല സഹകരണമുള്ള, നല്ല ഉഗ്ര ഓഡിയൻസ്. എങ്ങനെ നല്ല ഓഡിയൻസ്, നല്ല സഹകരണമുള്ളവരാണ്, നല്ല ഓഡിയൻസ്. ഇവരുടെ സ്വഭാവം നിങ്ങൾക്ക് എന്നാന്നറിയാമോ? ഇവരിങ്ങോട്ട് വരാനായിട്ട് ഒരു വണ്ടിയിൽ വരുമായിരുന്നു. ഇവരുടെ വണ്ടി ഞാൻ നോക്കുമ്പോ ഇങ്ങനെ ഈ ടൈൽസേൽ ഇങ്ങനെ കാലകന്ന് കിടക്കണ കസാര പോലെ ഇവരുടെ വണ്ടി അവിടെ കിടക്കുക. കൈ കാണിച്ചു. ഞാൻ എന്റെ ഇഷ്ടം, എനിക്ക് ആളുകളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി പോയിട്ട് ഞാൻ വണ്ടി നിർത്തി. ഇവർ ഈ ഫ്ലോറിന്റെ അടുത്ത് ഇറക്കിയിട്ട് ഞാൻ പോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുമ്പോൾ ഞാൻ ചോദിച്ചു ഇവരോട്, ഒന്ന് കൈ വെക്കൂ എന്ന് വെച്ചു. ഈ ചേച്ചിയോട് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചെന്നറിയാമോ, ഈ കൈ ഒന്ന് വെക്കോ, കൈ ഒന്ന് വെക്കുന്നു. കുണുങ്ങ എന്നുള്ളത് എന്റെ മനസ്സിന് പോയി, വിഷമായി പോയി. തള്ളി തന്നില്ലെന്നേ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഒരു ദിവസം ഞാൻ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരെന്നെ പറ്റിച്ചല്ലേ. ഒരു ദിവസം ഞാൻ വാഗമണ്ണിക്കടെ വണ്ടി ഓടിച്ചോണ്ട് പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇടത്തോട്ട് തിരിച്ചിങ്ങനെ നോക്കുമ്പോ പൊന്നു മോനെ ഒരു ജീപ്പ്, രണ്ട് വീല് കൊക്കേല, ഒരു വള്ളിയിൽ തൂങ്ങി കിടക്കുക. ഞാൻ എന്ത് ചെയ്തു? ഞാൻ അപ്പൊ തന്നെ ഒരു കണ്ണ് കാണാൻ പാടാത്തൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, പുള്ളിയുടെ കയ്യിൽ സ്റ്റിയറിംഗ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ അത് വേണ്ട, ഒരു കാല് പാടാത്തൊരു ചേട്ടൻ്റെ കയ്യിൽ സ്റ്റിയറിംഗ്, മറ്റേ നിങ്ങൾ വിശ്വസിക്കില്ല, കൊടുത്തിട്ട് ഞാൻ നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പുറ കടയിൽ പോയി നിന്നിട്ട് 5 പൊറോട്ടയും മേടിച്ചോണ്ട്. ആ സമയത്ത് കഴിക്കാനാണ്
വിശപ്പല്ലെന്ന് പിന്നെ? ഈ പൊറോട്ട ഈ ചുമ്മാട് പോലെയല്ലേ ഇരിക്കണത് ആ. അതിങ്ങനെ തലയിൽ വെച്ചിട്ടുണ്ടല്ലോ ഈ വണ്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ തള്ളി അങ്ങ് കയറ്റി എന്നിട്ട് ബാക്കിലേക്ക് ഇങ്ങ് തള്ളി കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിലെ വീല് പകുതി മുറിഞ്ഞിട്ട് ഇങ്ങനെ അർദ്ധചരന്തന്റെ വിട്ടിരിക്കുക. അത്രയ്ക്ക് ഭയങ്കര തള്ളായിരുന്നു. അത്രയ്ക്ക് തള്ളായിരുന്നു. എന്റെ ചേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ചേട്ടനെ ഇപ്പൊ ഈ തള്ളണ നല്ലോണം തള്ളിയിരുന്നെങ്കിണ്ടല്ലോ ആ ബസ് തമ്പാനൂർ സ്റ്റേഷനിൽ വരെ വന്ന് നിന്നേനെ. അതെ ചേട്ടാ, ഞാൻ നിങ്ങൾ ഡ്രൈവറെ കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിക്കുക, ഈ KSRTC നഷ്ടത്തിലാണെന്ന് പറയുന്നത് ശരിയാണോ? ഇതൊന്നും അറിയാൻ പാടാതിരുന്ന് സംസാരിക്കുക. നഷ്ടത്തിലാ ഓടുന്നെന്ന് പറയുന്നത് ശരിയാണോ? ചില ഗ്രാമത്തിലെ ആളുകളുണ്ട്, അവരെ പഞ്ചായത്ത് വിട്ട് പുറത്ത് വിട്ടില്ല, എന്നാ അമേരിക്കയിലെ കാര്യം പറയുള്ളൂ. ഇത് ആരെ പറഞ്ഞ നഷ്ടത്തിലാ? ഞാൻ എന്റെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാണ്, KSRTC നഷ്ടത്തിലല്ല ഓടുന്നത്, പിന്നെ ഡീസലിലാണ് ഓടുന്നത്. കറണ്ട് ആക്കിയല്ലോ. കറണ്ട് വണ്ടി ഇലക്ട്രിക് വണ്ടി. അപ്പൊ ലാഭമായില്ലേ? ആർക്ക് ലാഭം? KSRTCക്ക് ലാഭമില്ല. KSEB കറണ്ടിലല്ലേ ഓടുന്നത്. ഈ പൈസ മൊത്തം നമ്മൾ അങ്ങോട്ട് കൊണ്ടേ കൊടുക്കണം. കൊണ്ടേ കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ വീട്ടിലെ വീസൂരിനാര് അവരൊന്ന് ഹെഡ്ലൈറ്റ് ഉരുക്കൊണ്ടു KSEBക്കാര്. പിന്നെ ഞാനുണ്ടല്ലോ ഈ ചിരട്ടയുടെ ഇവിടെ മെഴുകുതിരി കത്തിച്ചിട്ട് ഈ ചീട്ട് കളിക്കാൻ റബ്ബർ തോട്ടത്തേക്കിടെ ആൾക്കാർ പോകില്ലേ, അതുപോലെ ഞാൻ വണ്ടി ഓടിച്ചോണ്ട് പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് പിന്നെ വേറെ സംഭവമുണ്ട്, ഈ പണ്ട് ഈ KSRTCയും KSEB ഉണ്ടായിരുന്ന കാലം പോലുള്ളൊരു ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് ഇവര് വീസൂരിക്കൊണ്ട് പോകില്ല. ആ ബന്ധം നമുക്ക് അറിഞ്ഞിട്ടില്ല. അങ്ങനെ ബന്ധമുള്ള കാര്യം അങ്ങനെ ഒരു ബന്ധമുണ്ട്. അങ്ങനെ ഒരു ബന്ധം ഇല്ല. ഒന്നാമത് ഈ KSRTCക്ക് ബ്രേക്കില്ലല്ലോ. ഈ ബ്രേക്ക് അഥവാ ഉള്ള ബ്രേക്ക് പോകുമ്പോ ഇടിച്ചു നിർത്തണ എവിടെയാ? ഈ KSEBയുടെ പോസ്റ്റിലില്ലേ. അതുകൊണ്ട് ഒരു പണ്ട് മുതലുള്ള ഒരു ബന്ധം ഉള്ളതുകൊണ്ട് ഇവര് വീസൂരിക്കൊണ്ട് പോകില്ല. നിങ്ങൾ ഈ സാധാരണ കറക്റ്റ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തത്തില്ലല്ലോ, എന്താ? ആരും പറഞ്ഞു നിർത്തില്ല? അങ്ങനെ സാധാരണ അങ്ങനെയാണ് കാണാറുള്ളത്. ഞങ്ങൾക്ക് കൈ കാണിക്കുമ്പോൾ അവിടെ നിർത്തത്തില്ല, പിന്നെ അപ്പുറം ഇപ്പുറം മാറ്റിയൊക്കെ നിർത്തും. ഇതൊക്കെയാണ് ഒരു കുഴപ്പം. എടാ ചങ്ങാതി, ഞങ്ങൾ അപ്പുറത്തെ സ്റ്റോപ്പിൽ നിർത്താൻ വേണ്ടി ചവിട്ടിയതാ, ഇവിടെ വന്ന് ഇച്ചിരി മുമ്പോട്ട് മാറ്റി നിർത്തിയത് കുറ്റമായി പോയി. അപ്പുറത്തെ സ്റ്റോപ്പിൽ നിർത്തേണ്ട വണ്ടിയാ, അത് ഇവിടെ വന്ന് ഇച്ചിരി ഫ്രണ്ടിലേക്ക് മാറിപ്പോയത് കുറ്റമായി പോയി. പക്ഷേ പെണ്ണുങ്ങൾ കൈ കാണിക്കുമ്പോൾ ചേട്ടൻ കറക്റ്റ് സ്ഥലത്ത് നിർത്തുമല്ലോ. അതെന്താണെന്ന് അറിയാൻ പാടില്ല. അതിന് ഈ ബസിന്റെ ആണോ, അത് ആക്സിലേറ്ററിന്റെ ആണോ, ക്ലച്ചിന്റെ ആണോ, ബ്രേക്കിന്റെ ആണോ, എന്താണെന്ന് അറിയാൻ പാടില്ല. പെണ്ണുങ്ങൾ കൈ കാണിച്ച് അപ്പം നിർത്തും. അത് എന്തിന്റെ ആയിരിക്കും? അത് ചേട്ടന്റെ കയ്യിലിരിപ്പിന്റെ ആയിരിക്കും, എന്റെ സ്വഭാവത്തിന്റെ ആണ്. അത് മനസ്സിലാക്കി. KSRTCയിൽ 2 സൈഡിൽ ഇങ്ങനെ സ്റ്റിയറിംഗ് ഉണ്ടോ? ഇല്ല, ഒരു സൈഡിൽ അല്ല, പിന്നെ ഇങ്ങനെ ഓടിക്കണല്ലോ. ഓ, അതല്ലടാവേ, അത് ഒരു കൈ കണ്ട് ഇങ്ങനെ ഈ സ്റ്റിയറിംഗ് തിരിക്കുന്നു. ഇത് ഗിയറാണ്, ഗിയർ. ഇത് എവിടെയെങ്കിലും ചെന്ന് വീഴുവാണെങ്കിൽ വീഴട്ടെ എന്ന് കരുതി കറക്റ്റ്. അല്ലാതെ ഒറ്റ ഇതിനെ പറ്റി നമ്മൾ കാർ ഓടിക്കാണെങ്കിൽ വീഴാൻ പറ്റുമോ? വീടില്ല. ഇപ്പൊ നമ്മളൊരു കയറ്റ കയറിയൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇറക്കമാണ് ഇപ്പൊ സുഖമാണല്ലോ. ഇറക്കം വരുന്നിടത്ത് സുഖമല്ലേ? പിന്നെ ഭയങ്കര സുഖമാണ്. നീ ഒരു കാര്യം ചെയ്യണം, നീ പെരിഞ്ചാങ്കുട്ടിക്ക് കർക്കിടക മാസമുള്ള സമയത്ത് ഒന്ന് വരണം. പെരിഞ്ചാങ്കുട്ടിയോ? അതെവിടെയാ? അങ്ങ് ഹൈ റേഞ്ചിലാ. വളവും തിരുവള്ള വഴിക്ക് നീ അങ്ങോട്ട് കയറി വരണം. അന്നേരം അറിയാം ഇതിന്റെ വിഷമം എന്നാന്ന്. ഞാൻ ഇങ്ങനെയല്ലേ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ ഓടിക്കുന്നത് എന്താണ്? ഇത് ഇങ്ങനെ ഓടിക്കുന്നത് സ്റ്റിയറിംഗ്. ഇത് വൈപ്പറില്ലല്ലോ, വൈപ്പറും കൊണ്ട് ഇങ്ങനെ തൂത്തോണ്ടിരിക്കുമല്ലേ. അപ്പൊ കാല് കിളക്കുന്ന ഗിയർ പിന്നെ ആര് വന്ന് മാറൂടോ? ആ ഗിയർ മാറുന്നതല്ലേ ഇങ്ങനെ. ആക്സിലേറ്ററിനകത്തല്ലേ ഞാൻ അടവെക്കണം, കല്ല് കയറ്റി വെച്ചേക്കണം. ബ്രേക്ക് ഉണ്ടെങ്കിലല്ലേ ചവിട്ടേണ്ട കാര്യം. നിങ്ങളുടെ ബസ്സിലെ മുഴുവൻ സൗണ്ട് ആണല്ലോ, സൈഡിൽ നിന്നും അങ്ങനെ സൗണ്ട് ആണ്. ഏത് സൈഡിൽ നിന്ന് വരുന്നത് അറിയത്തില്ല. എല്ലാ സൈഡിലും സൗണ്ട് ആണ്. സീറ്റ് അനങ്ങുന്ന സൗണ്ട്, അങ്ങനെ സൗണ്ട് ആണല്ലോ. സൗണ്ട് എന്തെങ്കിലും ഉണ്ടോ? സൗണ്ട് ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ വണ്ടി? ഉണ്ട്. എന്താണ്? ഓണിന് അതെന്തോരം അടിച്ചാലും സൗണ്ട് ഉണ്ടാവും. അതെ ചേട്ടാ, ഈ കോട്ടയത്തിന് ഇനി എപ്പോഴാണ് വണ്ടി ഉള്ളത്? കോട്ടയത്തിന് അയ്യോ വാച്ചില്ലല്ലോ, എന്നാലും പറയാം 4:30. അപ്പൊ അതിന്റെ മുമ്പ് വല്ലതും ഉണ്ടോ? പിന്നെ ഹെഡ്ലൈറ്റ് ഉണ്ട്, വൈപ്പർ ഉണ്ട്, പിന്നെ ഒരു ഉണക്കപ്പട്ടിയും കിടപ്പുണ്ട്. ഓണടിച്ചാൽ മാത്രമേ എഴുന്നേറ്റുള്ളൂ. ഈ സ്ത്രീകളുടെ സീറ്റില് പുരുഷന്മാരിക്കുന്നത് ശിക്ഷാർഹമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അതെന്താണ് അങ്ങനെ? ശിക്ഷാർഹമാണ്, അതേക്കുറിച്ച് അറിയില്ലേ? എൻ്റെ വനുവൻ അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു. അതൊരു ശിക്ഷാർഹമാണ്, കൃത്യമായിട്ട് ശിക്ഷ കിട്ടിയിരിക്കും. ഞാനൊരു കഥയാണ്, അത് ഞാൻ ചുരുക്കി പറയാം. അതായത് എനിക്ക് KSRTCയിൽ ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ഈ KSRTCയിൽ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യാനുണ്ട്. ബസ് കൈ കാണിച്ചു നിർത്തി, ഞാൻ കയറി കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കണ്ണോടിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇതുപോലെ എല്ലാവരും സീറ്റിലിരിക്കുക. ഞാൻ നോക്കുമ്പം സ്ത്രീകളിൽ മാത്രമുള്ള സീറ്റ് ഇവിടെ കിടപ്പുണ്ട്. ഞാൻ ഇതിനകത്ത് കയറിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പെണ്ണ് വന്നു, അവളെൻ്റെ അടുത്തിരുന്നു. ഞാനപ്പോൾ കണ്ണ് കാണിച്ചു, അവൾ എന്നെ കണ്ണ് കാണിച്ചു, ഞാൻ കൈ കാണിച്ചു, അവൾ എന്നെയും കൈ കാണിച്ചു. അങ്ങനെ അത് ലാസ്റ്റ് കല്യാണത്തിൽ ചെന്ന് അവസാനിച്ചു. അപ്പം 10 വർഷമായി. എൻ്റെ ഈ 10 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, സ്ത്രീകളുടെ സീറ്റിലിരിക്കരുത്, ശിക്ഷാർഹമായിരിക്കും. ശിക്ഷാർഹം അനുഭവിക്കും. വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില. കഷ്ടം, നീറുന്ന മനുഷ്യനാണ് കേട്ടോ. കോമഡി മസാലയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
കൂടുതൽ ചിരിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു അധ്യായത്തിൽ. ബൈ.